ബോധിയുടെ 24ാമത് പ്രൊഫഷണൽ നാടകോത്സവത്തിന് തിരശ്ശീല വീണു. മികച്ച നാടകമായി മുച്ചീട്ട് കളിക്കാരന്റെ മകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. 7 ദിവസമായി നടന്ന മത്സരത്തിൽ പ്രേക്ഷകരായിരുന്നു വിധികർത്താക്കൾ. കലാ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ 7 ദിവസമായി നടന്ന മത്സരത്തിൽ പ്രേക്ഷകർ തന്നെയാണ് വിധികർത്താക്കളായത്. പ്രസിഡന്റ് ജോർജ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന അവാർഡ് നൈറ്റിൽ മുനിസിപ്പൽ ചെയർമാൻ കെ ടോമി മുഖ്യപ്രഭാഷണം നടത്തി. കലാ സാംസ്കാരിക രംഗത്ത് ഇവിടെ ഈ കലയും മറ്റ് 1-2 സംഘടനകളും സുമംഗല ഫിലിം സൊസൈറ്റി പോലെയുള്ള സംഘടനകളും ഇവിടെ പ്രവർത്തിക്കുന്ന കാലത്താണ് വേറിട്ടൊരു കലാ സാംസ്കാരിക സംഘടന രൂപീകരിക്കണം എന്ന് കുറേ ആളുകൾക്ക് തോന്നുകയും അങ്ങനെ ബോധി എന്ന കലാ സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു 1996. പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കരൻ നമ്പൂതിരി അവാർഡുകൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം സാഹിതിയുടെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടൻ വിനോദ് കുണ്ടുകാട്, നാടകം മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. മികച്ച സംവിധായകൻ രാജീവൻ മമ്മിളി, നാടകം കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ്. മികച്ച നടി ജയശ്രീ മധുക്കുട്ടൻ, നാടകം മിഠായി തെരുവ്. മികച്ച രണ്ടാമത്തെ നാടകം മിഠായി തെരുവ്. ക്യാഷ് അവാർഡ് PA മീരാൻ പൂക്കുഴി വിതരണം ചെയ്തു. ചടങ്ങിൽ തിരക്കഥാകൃത്ത് ആദർ സുകുമാരനെ ആദരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷിജോ ജോർജ്, ഷാജി സരിക, ഹേമന്ത് കുമാർ, രാജീവൻ മമ്മിളി എന്നിവർ സംസാരിച്ചു. ട്രഷറർ PC സ്കറിയ നന്ദി അറിയിച്ചു. തുടർന്ന് കടയ്ക്കാവൂർ നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ 79 ചിലർക്ക് ചിലത് പറയാനുണ്ട് എന്ന നാടകം അരങ്ങേറി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.